1000 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത്. ഒരു ഹോണ്ടഡ് പ്ലേസ് വന്നതും പോലെ ഈ പട്ടി ഓരിയുടെയും കൂടെ ചെയ്യും പേടിപ്പിക്കാൻ വേണ്ടി. ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ സ്വിഗ്ഗി വീഡിയോ. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സ്വിഗ്ഗി ഓടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് സ്വിഗ്ഗിയിൽ നിന്ന് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. ഓക്കെ, നമുക്ക് സമയം താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ആദ്യത്തെ ഓർഡർ നമുക്ക് അറബിക് കഫേ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ സ്ഥലത്തുനിന്ന് എനിക്ക് പോകാനായിട്ട് സത്യം പറഞ്ഞ ഒരു മൂഡില്ല. കാര്യം അടിപൊളിയാട്ടോ. വൈകുന്നേരമൊക്കെ വന്നിരിക്കും പറ്റിയ സ്ഥലം, ഒരു രക്ഷയില്ല. ഞാനിപ്പം എൻ്റെ എല്ലാ വീഡിയോയിലും ഓരോ സ്ഥലങ്ങൾ വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആകാശമൊക്കെ നോക്കുക ഗൈസ്. സമയം കളയാനായിട്ടില്ല, ആദ്യത്തെ ഓർഡർ പോയി പിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ഓർഡർ കളക്ട് ചെയ്യാനായിട്ട് അറബിക് കഫേയിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഓർഡർ പോയി കളക്ട് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ഓർഡർ ഞാനിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരുടെ ചോദിച്ചായിരുന്നു, ബ്രോ സൊമാറ്റോയുടെ ബാഗല്ലേ യൂസ് ചെയ്യുന്നത്, ഫൈൻ വരൂലേന്ന്. തീർച്ചയായിട്ടും ഫൈൻ വരും. നമുക്ക് സ്വിഗ്ഗി ഓടുന്ന ടൈമിൽ സ്വിഗ്ഗിയുടെ ബാഗ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ സ്വിഗ്ഗി ബാഗ് ഓർഡർ ചെയ്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നോട്ട് നമ്മൾ ഈ സ്വിഗ്ഗി ബാഗിലായിരിക്കും ഓടാൻ പോകും. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഓർഡർ ഞാനിവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഈ ഓർഡറിൽ നിന്ന് എനിക്ക് 54 രൂപയാണ് കിട്ടിയത്. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അടുത്ത ഓർഡർ സുപ്രീം ബേക്കേഴ്സിൽ നിന്ന് അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇപ്പോൾ ഓർഡർ പോയി പിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ സുപ്രീം ബേക്കേഴ്സിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് സ്വിഗ്ഗി ഓഡിയോയിൽ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സുപ്രീം ബേക്കേഴ്സ്. രണ്ടാമത്തെ ഓർഡർ കളക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സെൽഫി വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ സ്വിഗ്ഗിയുടെ ബാഗും യൂണിഫോം ഒക്കെ തന്നെയാണോ യൂസ് ചെയ്യുന്നത് അറിയാനായിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ പിക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. എനിക്കാണെങ്കിൽ ഉയരം നല്ല പേടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഉയരത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും സൂപ്പർ ഹീറോസ് ആണ്. നിങ്ങൾ ഇതുപോലത്തെ പണികൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിഗ് സല്യൂട്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്, നികുഞ്ചൻ ടവർ. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എനിക്ക് ഡെലിവറി കൊടുക്കാനുള്ള സ്ഥലം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനായിട്ട് ഞാൻ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഓർഡറാണേ. പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഓർഡറിൽ നമുക്ക് 60 രൂപയാണ് കിട്ടിയത്. പിന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. മൂന്നാമത്തെ ഓർഡർ അപ്പം തന്നെ കിട്ടി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാനായിട്ട് പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നികുഞ്ചൻ ടവർ. ഇവിടെ നിന്ന് അപ്പുറത്തെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടുള്ള വേ റെസ്ട്രിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ഓർഡർ വീണ്ടും സുപ്രീം ബേക്കേഴ്സിൽ നിന്ന് തന്നെയാണ് അടിച്ചത്. അപ്പോൾ നമുക്ക് വേഗം പോയി ഓർഡർ കളക്ട് ചെയ്യാം. ഞാനിന്ന് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നില്ല, അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങി. എനിക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഞാനും എൻ്റെ കൂട്ടുകാരും ഇവിടെ നിന്ന് ഒരുപാട് ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കസ്റ്റമറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി കൊടുക്കാം. മൂന്നാമത്തെ ഓർഡർ കൊടുക്കാനായിട്ട് ഞാൻ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കസ്റ്റമർ വീട്ടിലില്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷൂറാക്കിൽ വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഓർഡറും അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ഓർഡറിൽ നിന്ന് എനിക്ക് 38 രൂപ കിട്ടി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നാലാമത്തെ ഓർഡർ വീണ്ടും സുപ്രീം ബേക്കേഴ്സ് നിന്ന് അടിച്ചേ. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് SC ലോറി. എൻ്റെ ഏറ്റവും ഫേവററ്റ് വണ്ടികളിൽ ഒന്നാണിത്. നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. അടിപൊളിയല്ലേ? തിരിച്ചു വരുന്ന വഴി കണ്ട APJ അബ്ദുൽ കലാം സാറിൻ്റെ പാർക്കാണ്. വളരെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ നാലാമത്തെ ഓർഡർ ഞാനിവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോവാം. റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയായിരുന്നു നാലാമത്തെ ഓർഡർ കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ നാലാമത്തെ ഓർഡറും അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ റോഡിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ പില്ലർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നാലാമത്തെ ഓർഡറിന് എനിക്ക് 25 രൂപ കിട്ടി. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. സംസമിൽ നിന്ന് തന്നെ 2 ഓർഡർ ഒരുമിച്ച് അടിച്ചിട്ടുണ്ട്. മൾട്ടി ഓർഡറാണ്, പോയി പിക്ക് ചെയ്യുക. കിട്ടിയ മൾട്ടി ഓർഡേഴ്സ് രണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സംസമിൽ നിന്നുള്ള ആദ്യത്തെ ഓർഡർ ഞാൻ കളക്ട് ചെയ്തു. രണ്ടാമത്തെ ഓർഡർ തൊട്ടപ്പുറത്തുള്ള കോഫി ഗേറ്റിൽ നിന്നാണ് എടുക്കാനുള്ളത്. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. കോഫി ഗേറ്റിൽ നിന്നുള്ള ഓർഡർ ഇതുവരെ റെഡി ആയിട്ടില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ കണ്ടൊരു കാഴ്ചയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്തോ ഒരു പ്രശ്നമില്ലേ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. അങ്ങനെ കോഫി ഗേറ്റിലെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് പോസ്റ്റ് ആയിരുന്നേ. നമുക്ക് പോയി ഓർഡർ കളക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കോഫി ഗേറ്റ്. ഓർഡർ എന്തായാലും റെഡി ആയിട്ടുണ്ട്. പിക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ സംസമിലുള്ള ആദ്യത്തെ ഓർഡർ കൊടുക്കാനായിട്ട് കസ്റ്റമർ ലൊക്കേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം.
മന്ത്രമൊക്കെ കേൾക്കുന്നു, കോപ്പിറൈറ്റ് വരും എന്തോ. അപ്പോൾ ആ ഓർഡർ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനായിട്ട് പോകണം. കോഫി കെയിലെ ഓർഡർ കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് 65 രൂപയുടെ അടുത്ത ഓർഡർ അൽസാജിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓർഡർ എടുക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അൽസാജ് ഹോട്ടൽ. ഓണം പ്രമാണിച്ച് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഓർഡർ പോയി പിക്ക് ചെയ്യാം. അങ്ങനെ അൽസാജ് എന്നുള്ള ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സേഫായിട്ട് ബാഗിനകത്ത് വെച്ചിട്ട് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ അൽസായിലുള്ള ഓർഡർ കൊടുക്കാനായിട്ട് നമ്മൾ കസ്റ്റമർ ലൊക്കേഷന് വന്നിട്ടുണ്ട്. ഈ അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ നമുക്ക് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് പടപടയെന്ന് പോയി ഓർഡർ കൊടുത്തിട്ട് വരാം. അമ്മേ, ഇതെന്തോന്ന് 18ലാണ് പോകാനുള്ളത്. ഏറ്റവും മുകളിലുള്ള ഫ്ലാറ്റിൽ ലിഫ്റ്റ് കണ്ടോ ഗൈസ്? കോമഡി ലിഫ്റ്റ് ആണ് കേട്ടോ ഇത്. പണി കഴിഞ്ഞില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അയ്യോ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തില്ലേ, ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി. ഈ ലിഫ്റ്റ് കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. എനിക്ക് തോന്നുന്നു അത് സർവീസ് ലിഫ്റ്റാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നെക്സ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. 45 രൂപയുടെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. റേഞ്ച് ഇല്ല കേട്ടോ, ലിഫ്റ്റിനകത്ത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഓർഡർ അക്സെപ്റ്റ് ആവാത്തത്. ഇത് പക്ഷേ ഒരു പറ്റി ഗൈസ്. ഞാൻ ബേസ്മെൻറ്റിൽ വന്ന് ഇറങ്ങി. എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വേണം ഇറങ്ങാനായിരുന്നുള്ളത്. ഒരു ലിഫ്റ്റ് വന്നു കേട്ടോ, നോക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഞെക്കാം. ഒന്നിലായിരിക്കും കേട്ടോ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് കൊടുത്തിട്ട് ബേസ്മെൻറ്റ് തന്നെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം. എൻ്റെ വണ്ടി ഇരിക്കുന്ന അവിടെ ആയിരിക്കും. ഓക്കെ ഗൈസ്, പോവാം. അങ്ങനെ സംസം എന്നുള്ള ഓർഡർ ഞാൻ വേഗം പോയി കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് പോയി കസ്റ്റമറിന് കൊണ്ട് കൊടുക്കാം. അങ്ങനെ സംസമ്മിൽ നിന്ന് കിട്ടിയ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 45 രൂപയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ ഉടനെ അടുത്ത ഓർഡർ അപ്പം തന്നെ അടിച്ചു കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്, മൾട്ടി ഓർഡറാണ്. അവിടെ ഞാൻ പടയേന്ന് ലുലു വന്നിട്ടുണ്ട്. ഇന്ന് നല്ല ഓർഡർ ഉണ്ട് സ്വിഗ്ഗിയിൽ. എന്നും ഇതുപോലെ ഉണ്ടാവാറില്ല. അപ്പോൾ ഉള്ള ദിവസം നമ്മൾ മാക്സിമം ഓർഡർ കളക്ട് ചെയ്യണ്ടേ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലുലുവിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അകത്തെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല. പോയി നോക്കാം. പുറമേ നിന്ന് കാണുമ്പോൾ അല്ല, അകത്ത് നല്ല തിരക്കുണ്ട്. ഈ ടേക്ക് അവേ നിന്നാണ് നമുക്ക് ഫുഡ് പിക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇവിടുന്ന് 2 ഓർഡറാണ്, പോയി കളക്ട് ചെയ്യാം. അങ്ങനെ ലുലു എന്നുള്ള മൾട്ടി ഓർഡേഴ്സ് 2 ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കസ്റ്റമറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഈ അപ്പാർട്ട്മെൻറ്റിൽ രാത്രി 8 മണി വരെ ഡെലിവറി ബോയ്സിന് പ്രവേശനമുള്ളൂ. സോ നമ്മൾ ഈ ഓർഡർ ഇവിടെ വെച്ചിട്ട് കസ്റ്റമറിനെ വിളിച്ചു പറഞ്ഞിട്ട് പോവുകയാണ്. ഓക്കെ, ലുലു എന്നുള്ള 2 ഓർഡറും ഇതേ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ 2 ഓർഡർ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഏണിങ്സ് നമുക്ക് ഇന്ന് ഇവിടെ നിന്നാണ് കിട്ടിയത്. 137 രൂപയാണ് ആ ഓർഡറിൽ നമുക്ക് കിട്ടിയത്. അപ്പം തന്നെ അടുത്ത മൾട്ടി ഓർഡർ നമുക്ക് വീണ്ടും അടിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് 2 ഓർഡർ പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഓർഡർ കളക്ട് ചെയ്യാം. അവിടെ നിന്ന് കിട്ടിയ 2 ഓർഡർ ഞാൻ സേഫ് ആയിട്ട് എൻ്റെ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോയി കസ്റ്റമറിന് കൊണ്ടുപോയി കൊടുക്കാം. ഇന്ന് സ്വിഗ്ഗിയിൽ മുഴുവൻ മൾട്ടി ഓർഡറാണ്. അങ്ങനെ ഈ ഓർഡർ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഓർഡറിൽ നമുക്ക് ടോട്ടൽ 90 രൂപയാണ് കിട്ടിയത്. അതായത് 2 ഓർഡർ കൂടെ ചേർത്തിട്ട് 90 രൂപയാണ് കിട്ടിയത്. അടുത്തൊരു 45 രൂപയുടെ ഓർഡർ നമുക്ക് വേഗം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓടിപ്പോയി കളക്ട് ചെയ്യാം. അപ്പോൾ ആ ഓർഡർ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സേഫായിട്ട് ബാഗിനകത്ത് വെച്ചിട്ട് വേഗം തന്നെ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോയി കൊണ്ടുപോയി കൊടുക്കാം. ഓർഡറിൻ്റെ എണ്ണത്തിനെ പറ്റി ഒരു പിടിയില്ല ഗൈസ്, പടപട ഓർഡറാണ്. അപ്പോൾ ഈ ഓർഡറിൽ നമുക്ക് 45 രൂപ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓർഡറിന് ശേഷം അരമണിക്കൂറോളം നമുക്ക് ഓരോ ഓർഡർ പോലും കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഒരു ഇൻസ്റ്റാമാർട്ട് ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാമാർട്ടിൻ്റെ അകം. അപ്പോൾ ഓർഡർ പിക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഇൻസ്റ്റാമാർട്ട് ഓർഡർ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വലിയൊന്നും പ്രതീക്ഷിക്കേണ്ട. 25 രൂപയാണ് നമുക്ക് ഇൻസ്റ്റാമാർട്ട് ഓർഡർ ചെയ്ത് കിട്ടിയത്. ആ ഓർഡർ കൊടുത്ത ഉടൻ തന്നെ സംസമിൽ നിന്ന് 62 രൂപയുടെ ഓർഡർ നമുക്ക് അടുത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം സംസമിലേക്ക് പോയി ഓർഡർ കളക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ സംസമിലെത്തി ഗൈസ്. സമയം 10 മണിയായി. ഓർഡർ ഇതുവരെ റെഡി ആയിട്ടില്ല. നമുക്കിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓർഡർ അടിക്കുന്നത് നോക്കി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓർഡർ എടുത്ത് ഗൈസ്. സംസമിൽ നിന്നുള്ള ഓർഡർ എടുത്ത് ഗൈസ്. 60 രൂപയുടെ ഓർഡറാണേ. അയ്യോ, കാര്യവട്ടം കൊണ്ട് കൊടുത്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ സംസമിൽ നിന്നുള്ള ഓർഡർ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 71 രൂപയാണ് നമുക്ക് ഈ ഓർഡറിന് ടോട്ടൽ കിട്ടിയത്. അതായത് വെയിറ്റ് ടൈമും കൂടെ ആഡായിട്ടാണ് 71 രൂപ നമുക്ക് ഈ ഓർഡറിൽ നിന്ന് കിട്ടിയത്. അടുത്ത ഓർഡർ ഉടനെ തന്നെ നമുക്ക് സുപ്രീം ബേക്കേഴ്സിൽ നിന്ന് കിട്ടി. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയത് സുപ്രീമിൽ നിന്നും സംസമിൽ നിന്നുമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയത് സുപ്രീമിൽ നിന്നാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, നമുക്ക് 45 രൂപ കിട്ടി ഗൈസ്. 45 രൂപ, 20 രൂപ ടിപ്പായിരുന്നു. സോ സമയം ഇപ്പോൾ 11 മണിയാവാറായി. 10:56 ആയിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. 37 രൂപയുടെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ബിരിയാണി ഹബ്ബിൽ നിന്നാണ് ഇപ്പോൾ എടുത്തിട്ട് വരാൻ ഗൈസ്.
അങ്ങനെ നമ്മൾ ബിരിയാണി ഹബ്ബിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഓർഡർ ഇതുവരെ റെഡി ആയിട്ടില്ല. ഓർഡർ കുറച്ച് ഡിലേ ആണ്. നോക്കാം ഗൈസ്. അവിടെ നിന്നുള്ള ഓർഡർ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ലൈം ജ്യൂസാണ്. സൂക്ഷിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മറിഞ്ഞ് വീഴും. ഓക്കെ, അപ്പം പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം, കൊടുക്കാം സാധനം. ഒരു നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനൊരു 4 മുക്കിൽ വന്നേ. ഇതാ ഇങ്ങോട്ടും വഴി, ഇങ്ങോട്ടും വഴി, ഇങ്ങോട്ടും വഴി, ഇതാ അങ്ങോട്ടും വഴി, 4 സൈഡിലും വഴിയാണ്. ഇതിലെങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഞാൻ അങ്ങോട്ട് വരാം വെയിറ്റ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ കസ്റ്റമറിന് വഴി അറിഞ്ഞുകൂടാ. പെട്ടുപോയി ഗൈസ്. ഇനി ഇങ്ങനെ നിൽക്കാം ഇവിടെ. കസ്റ്റമർ വരും വരെ ഇവിടെ നിൽക്കാം. ഫക്കഡ് ഗൈസ്. ഒരു ഹോണ്ടഡ് പ്ലേസിൽ വന്നതും പോലെ ഈ പട്ടി ഓരിയിടുകയും കൂടെ ചെയ്യുന്നു പേടിപ്പിക്കാൻ വേണ്ടി. ഓടാ, എൻ്റെ അവസ്ഥ നോക്കണേ. പുള്ളിക്കാരെ എപ്പോൾ വരുമെന്തോ, കുറേ നേരമായി പുള്ളി വരാമെന്ന് പറഞ്ഞ് പോയിട്ട്. ഇനി എന്നെ തപ്പി പുള്ളി നടക്കുന്നതായിരിക്കും. സംഭവം കസ്റ്റമറിന് കൊടുത്ത ലൊക്കേഷൻ മാറിപ്പോയതാണ് ഗൈസ്. എന്തായാലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. കസ്റ്റമർ വന്ന ഓർഡർ വാങ്ങിച്ചോണ്ട് പോയി. പുള്ളി ഇവിടെ താമസിക്കുന്ന ആളാണ്, ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളാണ്. പുള്ളി വന്ന് ഓർഡർ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഓർഡറിൽ നിന്ന് 45 രൂപ കിട്ടി ഗൈസ്. ഏകദേശം 1/2 മണിക്കൂർ ഈ കാട്ടിനകത്ത് കിടന്ന് പോസ്റ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ടോട്ടൽ 844 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് ഓർഡർ ഏണിങ്സ്, പ്ലസ് 225 രൂപ ഇൻസെൻറ്റീവ്. ടോട്ടൽ അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് 1069 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത്. അതായത് ഓർഡർ ഏണിങ്സ് പ്ലസ് ഇൻസെൻറ്റീവ്. പിന്നെ നമ്മൾ 200 രൂപയ്ക്കാണ് ഇന്ന് പെട്രോൾ അടിച്ചത്. സോ നമ്മുടെ പെട്രോൾ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന് ടോട്ടൽ 869 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേസ്. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് 1000 രൂപ അടിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഒന്നാമത്തെ കേസ് എനിക്ക് വയ്യ, ഉള്ളിൽ പനി ഉണ്ടെന്നാണ് തോന്നുന്നത്, ഫുള്ളി റിക്കവർ ആയിട്ടില്ല. അപ്പോൾ ഇത്രയും 860 രൂപ വരെ അടിച്ചതിൻ്റെ സ്ഥിതിക്ക് ഒരു കുറച്ചും കൂടെ പരിശ്രമിച്ചാൽ 1000 രൂപ അടിക്കാമെന്നായിരുന്നു. പക്ഷേ സ്വിഗ്ഗി നമ്മളെ ചതിച്ചു കേസ്. ലാസ്റ്റ് ഓർഡർ ഔട്ട് ഓഫ് സോണാണ് തന്നത്. ഇനി അവിടെ നിന്ന് കിലോമീറ്ററുകൾ കഴിഞ്ഞ് സോണിൽ പോയാലേ ഓർഡർ കിട്ടുള്ളൂ. സോ ഞാൻ കരുതി വീട്ടിൽ പോകാം. എന്തായാലും ഇത്രയും നേരമായില്ലേ, നമ്മൾ 8 മണിക്കൂർ ലോഗിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം സഹകരിച്ച് ഇതുവരെ കണ്ടു നിന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിൻ്റെയും വക ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.